സാധിക്കുമോ എന്ന് ചിന്തിക്കുന്നതിനപ്പുറത്തായി എൻ്റെ യാത്ര. ഇതാണ് INS കുക്രിയുടെ മെമ്മോറിയൽ, ആ ഒരു ഗ്ലാസിൻ്റെ. അപ്പോൾ INS കുക്രിയുടെ മോഡൽ വെച്ചിരിക്കുന്ന സ്ഥലമാണത്. ഇതാണ് INS കുക്രി മെമ്മോറിയൽ. ഇതൊക്കെ ഒരു അനുഭവമാണ്. 194 ജവാന്മാർ മരിച്ച നമ്മുടെ ഒരു യുദ്ധക്കപ്പൽ. നമ്മൾ വന്ന് വ്യൂ ഫോർട്ടിലോട്ട് എത്തിയിട്ടുണ്ട്. കുഞ്ഞിതേയിരിക്കുന്നു, നന്നായിട്ട് സൂര്യനിരിക്കുകയാണ് കാഴ്ചകൾ. അപ്പോൾ സൂര്യൻ്റെ പൊൻകിരണങ്ങളൊക്കെ നമ്മുടെ ദേഹത്തോട്ട് വരുന്നുണ്ട്. അതോടൊപ്പം തന്നെ വ്യൂ ഫോർട്ട്, വളരെ മനോഹരമായ വ്യൂ ഫോർട്ട് നമുക്ക് കാണാൻ പറ്റും. നമ്മൾ കടലിൽ നിന്നുള്ള കാഴ്ചയാണ് കാണുന്നത്. ആ ഒരു ലൈറ്റ് ടവർ ഒരു ചെറിയ കോട്ടയാണ്, ഇവിടുന്ന് നോക്കുമ്പോൾ ചെറുത്. പക്ഷേ നമ്മൾ അകത്തൂടെ നടന്നു വരുമ്പോഴത്തേനും കഷ്ടപ്പെട്ടു പോകും. അത്രയ്ക്ക് വിശാലമായ ഒരു കോട്ടയാണ് ഉള്ളിൽ. അതുപോലെ തന്നെ ഈ കടലിൻ്റെ ഉള്ളിലൂടെ നമുക്ക് ആ ഒരു ജയിലിലേക്കൊക്കെ പോകാൻ പറ്റുന്നതാണ് ഈ ഒരു കോട്ടയുടെ പ്രത്യേകത. കോട്ടയുടെ ആ ലൈറ്റ് ടവറാണ് നമുക്ക് കാണാൻ പറ്റുക. അങ്ങനെ ദ്വീപിലെ കടലിലൂടെയുള്ള കാഴ്ചകൾ നമ്മുടെ മുമ്പിൽ ഇങ്ങനെ വന്നുകൊണ്ടിരിക്കുകയാണ്. വളരെ മനോഹരമായൊരു കോട്ടയാണ്. കടൽ കയറി കിടക്കുന്ന, കോട്ടയുടെ അതിരുകളിലൂടെ കടൽ കയറി കിടക്കുന്നത് നമുക്ക് കാണാൻ പറ്റുന്നത്. ഈ ഭാഗത്തൂടെയാണ് കടൽ കയറി കിടക്കുന്നത്. ഇതിൻ്റെ നേരെ ഓപ്പോസിറ്റാണ് നമ്മുടെ ഇവിടുത്തെ ഹാർബർ വരുന്നത്. അതുകൊണ്ട് തന്നെ ഇത് കണ്ടോ, വള്ളങ്ങളൊക്കെ, മത്സ്യബന്ധന വള്ളങ്ങളൊക്കെ വന്നുകൊണ്ടിരിക്കുകയാണ്. അതോടൊപ്പം തന്നെ അങ്ങ് അറ്റത്ത് നമുക്കൊരു വാച്ച് ടവർ കാണാൻ പറ്റും. ആ വൈറ്റ് കളറിൽ കാണുന്ന ഒരു വാച്ച് ടവറാണ്. 100 രൂപയാണ് ഇവിടുത്തെ എൻട്രി ഫീസ്. കേട്ടോ, ഇത് ഈ കാണുന്നത്, ഈ ടവറിൻ്റെ തൊട്ട് താഴെ കാണുന്ന ഇതിൻ്റെ പള്ളിയാണ് കേട്ടോ. വലിയ പള്ളിയാണ് ആ കാണുന്നത്. അതോടൊപ്പം തന്നെ ഇങ്ങോട്ട് വരുമ്പോഴത്തേക്ക് ഈ കാണുന്നതാണ് ജയിൽ. അവിടെ ആ ഒരു ഞാൻ ആ ഒരു ചെറിയ ഗ്യാപ്പ്, ഒരു വെട്ടം കാണുന്നില്ലേ, ആ ഗ്യാപ്പിലൂടെ ഞാൻ ഇങ്ങോട്ട് നോക്കിയതാണ്. അതാണ് അവിടുത്തെ ജയിൽ. അതായത് കുറ്റം ചെയ്ത് വരുന്ന ആളുകളെ പിടിച്ച് അവരെ വധശിക്ഷയ്ക്ക് വിധിച്ചിരുന്ന സ്ഥലമാണ് ആളുകൾ നിൽക്കുന്ന ആ ഭാഗം. അപ്പോൾ അവിടെ നിന്നോട്ട് സൂര്യപ്രകാശം അടിക്കുന്നതുകൊണ്ടാണ് കാണാൻ പറ്റാത്തത്. അതോടൊപ്പം തന്നെ ഇവരുടെ ടവറുകളാണ് ഈ കാണുന്നത്. അതായത് വാച്ച് ടവർ, കടലിൽ നിന്നുള്ള ആളുകളെ വാച്ച് ചെയ്യാനുള്ള ടവറുകളാണ് ഈ സൈഡിൽ കാണുന്നത്. അപ്പോഴത്തേക്ക് നമ്മൾ വന്ന് ആ ഒരു ജയിലിൻ്റെ, കടലിൻ്റെ നടുവിലുള്ള ജയിലിലേക്ക് എത്തിയിരിക്കുകയാണ്. ആ കാണുന്നതാണ് ജയിൽ, കടലിൻ്റെ നടുക്കാണ്. അതോടൊപ്പം തന്നെ ഈ കോട്ടയുടെ ഉള്ളിലൂടെ, തുരങ്കത്തിലൂടെ ആ ജയിലിലേക്ക് എത്താനുള്ള ഒരു മാർഗമുണ്ട്.